ആരാ അടുത്ത KPCC പ്രസിഡന്റ്? വലിയ ചർച്ചയാണ് നടക്കുന്നത്. ഒരു വള്ളം ആളുകളാണ്, ഒരു ഡസൻ ആളുകളാണ് മത്സരിക്കുന്നത്, മോഹിക്കുന്നത്. മത്സരമൊന്നുമില്ല, മോഹിക്കുന്നത്. സണ്ണി ജോസഫ് സ്ഥാനത്ത് നിന്ന് മാറുകയാണ്. സണ്ണി ജോസഫ് മാറുമ്പോൾ, കാരണം മന്ത്രിയാണ് അദ്ദേഹം, പരിസ്ഥിതി മന്ത്രിയും വൈദ്യുതി മന്ത്രിയും ഒക്കെയാണ്, മാറുമ്പോൾ ആരായിരിക്കും അടുത്ത KPCC പ്രസിഡന്റ് എന്നുള്ളതാണ്. ഇതിനെ സംബന്ധിച്ച് കുറേ കാര്യങ്ങൾ പുറത്തു വരുന്നു. KPCCയുടെ വൈസ് പ്രസിഡൻ്റായ ആലപ്പുഴക്കാരനായ AA ഷുക്കൂർ അടക്കമുള്ള ആളുകൾ ഇതിനകത്ത് അഭിപ്രായം പറഞ്ഞിങ്ങനെ രംഗത്ത് വന്നിട്ടുണ്ട്. പരസ്യ പ്രസ്താവനകളൊന്നും വേണ്ട എന്നുള്ള നിലയിലൊക്കെയാണ് വന്നിരിക്കുന്നത്. എന്തായാലും ഒരാഴ്ചയ്ക്കകം പ്രസിഡന്റ് ആരെന്ന് തീരുമാനിക്കുമെന്നും ഷുക്കൂർ പറഞ്ഞിട്ടുണ്ട്. സാധ്യതകൾ കൽപ്പിക്കുന്നവർ വളരെ കുറച്ച് പേരാണ്. നേരത്തെ ഒരുപാട് പേരെ സാധ്യത കൽപ്പിച്ചിരുന്നു. ബെന്നി ബെഹനാൻ്റെ ഒരു സാധ്യത വരുന്നുണ്ട്. ബെന്നി ബെഹനാൻ MP ആണ്. പക്ഷേ MP ആണെങ്കിലും ബെന്നി ബെഹനാൻ്റെ സാധ്യത വരുന്നത് ഒരു ന്യൂനപക്ഷ മുഖത്തിൽ നിന്നാണ് സണ്ണി ജോസഫ് അദ്ദേഹത്തെ മാറ്റുന്നത്. അപ്പോൾ ഒരു ന്യൂനപക്ഷ മുഖം തന്നെ വരണം എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബെന്നി ബെഹനാൻ വരാൻ എല്ലാ സാധ്യതയുമുണ്ട്. അപ്പോഴും പാർട്ടിക്കകത്ത് വളരെ സീനിയറായി നിൽക്കുന്ന കൊടിക്കുന്നിൽ സുരേഷ് ഉണ്ട്. അദ്ദേഹം നിരവധി വർഷമായി MP ആണ്. AK ആൻ്റണിയുടെയൊക്കെ ഒരു മാനസപുത്രനാണ്. കാരണം AK ആൻ്റണി KPCCയിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് മുതൽ കൊടിക്കുന്നിൽ സുരേഷ് ആ കാലം മുതൽ KPCC ഓഫീസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വലിയ രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തി. മാവേലിക്കര എന്ന് പറഞ്ഞാൽ കൊടിക്കുന്നിൽ സുരേഷ് എന്നാണ് അർത്ഥം. കൊടിക്കുന്നിൽ സുരേഷ് എന്ന് പറഞ്ഞാൽ മാവേലിക്കര. അങ്ങനെ വളരെ വലിയ ഒരു ജനപ്രീതിയുള്ള, ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ് അദ്ദേഹം. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുമാണ്. അപ്പോൾ ഈഴവരും നായരും അതുപോലെ തന്നെ മേനോന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എല്ലാം KPCC പ്രസിഡന്റുമാരായിട്ടുണ്ട്. പട്ടികജാതി പട്ടികവർഗക്കാരിൽ നിന്ന് ഒരാളായിട്ടില്ല. ഇനിയിപ്പോൾ ആക്കണമെങ്കിൽ അതിന് പറ്റിയ ഏറ്റവും മുതിർന്ന ഒരാൾ കൊടിക്കുന്നിൽ സുരേഷ് മാത്രമേ ഉള്ളൂ എന്നുള്ളത്. നേരത്തെ ഒരു കുട്ടപ്പൻ ഉണ്ടായിരുന്നു, അദ്ദേഹം അന്തരിച്ചു പോയി. പിന്നെ AP അനിൽകുമാറാണുള്ളത്, അദ്ദേഹം മന്ത്രിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും പട്ടികജാതി പട്ടിക വിഭാഗത്തിൽ നിന്ന് എന്തുകൊണ്ടും അനുയോജ്യനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതിനപ്പുറം അദ്ദേഹം പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരനാണ് എന്നത് ഇതിനപ്പുറമുള്ള ഒരു വലിയ അതുകൊണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും കുറവുണ്ടെന്നോ, അദ്ദേഹത്തിൻ്റെ കഴിവുകൾക്ക് കുറവുണ്ടെന്നോ, അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിന് കുറവുണ്ടെന്നോ ഒന്നും ആരും പറയേണ്ട കാര്യമില്ല. അയാൾ പട്ടികജാതിയല്ലേ, അല്ലെങ്കിൽ പട്ടികവർഗമല്ലേ, ഇത്രയല്ലേ അതേ കഴിവുള്ളൂ എന്നൊന്നും ആരും ചോദിക്കേണ്ട കാര്യമില്ല. ഏതൊരു ജാതിയിൽപ്പെട്ട ആളിനേക്കാളും ഏതൊരു മതത്തിൽപ്പെട്ട ആളിനേക്കാളും ശക്തനായ രീതിയിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള വളരെ വലിയ കഴിവുള്ള വ്യക്തിയാണ് അദ്ദേഹം കൊടിക്കുന്നിൽ സുരേഷ്. മാത്രമല്ല അദ്ദേഹത്തിന് ഒരു താല്പര്യമുണ്ട്. അദ്ദേഹത്തിന് ഒരു താല്പര്യം എന്ന് പറഞ്ഞാൽ KPCC പ്രസിഡന്റ് ആകണമെന്നൊരു താല്പര്യവുമുണ്ട്. അദ്ദേഹം ശിവഗിരി മഠത്തിൽ സന്ദർശനത്തിന് പോയപ്പോൾ അവിടുത്തെ ജനറൽ സെക്രട്ടറി സച്ചിദാനന്ദൻ സ്വാമികളോട് ഇത് പറയുകയും സ്വാമി ഇത് പത്രക്കാരോടൊക്കെ പറയുകയും ചെയ്തു. അങ്ങനെ കൊടിക്കുന്നിൽ സുരേഷിന് ഒരു ആഗ്രഹവുമുണ്ട് എന്ന് പറയുന്നു. സ്വാഭാവികമായിട്ട് രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവർക്ക് ആഗ്രഹിക്കാം. നമ്മുടെ രാജ്മോഹൻ ഉണ്ണിത്താൻ, കാസർഗോഡുള്ള രാജ്മോഹൻ ഉണ്ണിത്താൻ ജാതി സമവാക്യങ്ങളൊന്നും നോക്കാതെ തന്നെ, ജാതി മത സമവാക്യങ്ങൾ നോക്കാതെ തന്നെ KPCC പ്രസിഡന്റ് ആക്കണം എന്ന് പറഞ്ഞുകൊണ്ട് താൻ വളരെ സീനിയർ നേതാവാണ് എന്ന് പറഞ്ഞ് കേന്ദ്രത്തിൽ പോയി സോണിയാഗാന്ധിയെയും മല്ലികാർജ്ജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയൊക്കെ കണ്ടതായിട്ടും കത്ത് കൊടുത്തതായിട്ടും ഒക്കെ ഒരു വാർത്ത വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വാർത്തകളാണ്, അതുകൊണ്ട് നമ്മളതിൻ്റെ പിറകിൽ നിൽക്കാൻ കഴിയില്ല. എന്തായാലും അങ്ങനെ വാർത്തകൾ വന്നിട്ടുണ്ട്. അപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താനും ഒരു ലിസ്റ്റിൽ വന്നു. പക്ഷേ അവസാനമായി KPCC വൈസ് പ്രസിഡന്റ് ഷുക്കൂർ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് ബെന്നി ബെഹനാൻ വേഴ്സസ് കൊടിക്കുന്നിൽ സുരേഷ് ആയിരിക്കും. അതിൽ AK ആൻ്റണിയെ പോലുള്ളവരുടെ ഒരു താല്പര്യം കൊടിക്കുന്നിൽ സുരേഷിനായിരിക്കും. പക്ഷേ VD സതീശൻ്റെ താല്പര്യം വളരെ പ്രധാനമാണ്. രമേശ് ചെന്നിത്തലയുടെ താല്പര്യവും പ്രധാനമാണ്. അപ്പോൾ VD സതീശൻ്റെ താല്പര്യം ആർക്കാണ്? നിലവിൽ മാറുന്ന KPCC പ്രസിഡന്റിൻ്റെ താല്പര്യം. അവരോടും ചിലപ്പോൾ പേര് നിർദ്ദേശിക്കാൻ പറയും. അപ്പോൾ ഇതെല്ലാ ഫോർമുലകളും വന്ന് ഞാനീ പറഞ്ഞ സാമുദായിക ഫോർമുലകളും മത ഫോർമുലയും ജാതി ഫോർമുലയും എല്ലാം വച്ചിട്ടായിരിക്കും KPCCയിൽ തീരുമാനമുണ്ടാവുക. എന്തായാലും KPCC പ്രസിഡൻ്റായിട്ട് തീർച്ചയായിട്ടും ഈ പറയുന്ന ഇനി ചെറുപ്പക്കാരനായിട്ടുള്ള ഷാഫി പറമ്പിൽ വരുമോ എന്നൊരു ചോദ്യവും വളരെ പ്രധാനമാണ്. ഷാഫി പറമ്പിൽ വരാനുള്ള സാധ്യതയുണ്ടോ, അതോ ബെന്നി ബെഹനാൻ ആണോ, അതുമല്ല കൊടിക്കുന്നിൽ സുരേഷാണോ? ഇതിലാരാണ് KPCCയുടെ അടുത്ത അധ്യക്ഷൻ എന്നുള്ളത് ഒരാഴ്ചയ്ക്കകത്ത് അറിയാം. കുറച്ച് കാലം കൊണ്ട് ഇത് പറയുന്നു, ഒരു മാസം കൊണ്ട് കാര്യങ്ങൾ പറയുന്നു. പക്ഷേ ഇനി ഒരാഴ്ചയ്ക്കകത്ത് ഇത് അറിയാൻ കഴിയുമെന്നാണ് നമ്മൾ കരുതുന്നത്.